വായനശാല എന്ന് പറയുമ്പോൾ ആ പരിപാടിയിൽ ഏറ്റവും താല്പര്യമുള്ള ഒരാളാണ്. ഞാൻ മുമ്പ് ഒരു വായനശാല പ്രവർത്തകനായി പുസ്തകങ്ങൾ വായിച്ച് ദിവസവും ചർച്ച ചെയ്യുന്ന വേദിയിൽ കൂടാറുള്ള ഒരാളായി. അങ്ങനെ ഇപ്പോഴും വായനയിൽ കിട്ടുന്ന സമയം ശ്രദ്ധിക്കാറുമുണ്ട്. അതുകൊണ്ട് സാധാരണഗതിയിൽ ഏത് പുതിയ പുസ്തകങ്ങൾ വന്നാലും, പ്രത്യേകിച്ച് വയലാട് അവാർഡ് കിട്ടുന്ന പുസ്തകങ്ങൾ, കേന്ദ്ര സാഹിത്യ അക്കാദമി പുസ്തകങ്ങൾ, ഏറ്റവും അവസാനത്തെ വയലാട് അവാർഡ് കിട്ടിയ ഗ്രന്ഥം എല്ലാവർക്കും അറിയാമല്ലോ. ഏതാണ്? എല്ലാവരും വായനക്കാരൊക്കെ സദസ്സിൽ. അശോകൻ ചെരുവിന്റെ കാട്ടൂർക്കടമാണ് ഈ പ്രാവശ്യത്തെ വയലാട്. കഴിഞ്ഞ ആരാൾക്കാണെന്ന് പറയാമോ? ശ്രീകുമാരൻ തമ്പിയുടെ പുസ്തകത്തിനായിരുന്നു. അതിന് മുമ്പിലത്തെ ആരാണെന്ന് പറയാമോ? എസ് ഹരീഷിന്റെ മീശയ്ക്കായിരുന്നു. അതിന് മുമ്പിലത്തെ ആരാൾക്കാണെന്ന് പറയാമോ? മാന്തളിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ ബെന്യാമിന്റെ. അതിന് മുമ്പിലത്തെ ആരാൾക്കാന്ന് പറയാമോ? ഓർക്കുന്നില്ല. നിരീശ്വരനായിരുന്നു PJ ജെയിംസിന്റെ. അതിന് മുമ്പത്തെ ആൾക്കാർ പറയാമോ? ഉഷ്ണരാശിയായിരുന്നു മോഹൻദാസിന്റെ, PK മോഹൻദാസ്. അപ്പോ ഇത് പുസ്തകം നമ്മൾ വായനക്കാര് ഇത്തരം വയലാർ അവാർഡ് കിട്ടുന്ന പുസ്തകമൊക്കെ ഞാനത് പ്രഖ്യാപിക്കുന്ന ദിവസം തന്നെ ആ പുസ്തകം വാങ്ങി വായിക്കാറുണ്ട്. അതിനുശേഷം അടുത്ത കാലത്ത് 4 പുസ്തകം പുതിയതായി ഇറങ്ങിയത് നമ്മുടെ റിപ്പോർട്ടർ ചാനലിലെ പ്രധാനപ്പെട്ട എഡിറ്ററായി പ്രവർത്തിക്കുന്ന ഉണ്ണി ബാലകൃഷ്ണന്റെ മരങ്ങളായി നിന്നതും എന്നത് മനോഹരമായ ഒരു ഗ്രന്ഥമാണ്. അതിന് ശേഷം ഇറങ്ങി. അതുപോലെ അൻപോട് രാജമാണിക്യം എന്ന് പറയുന്ന IAS-കാരനായ രാജമാണിക്യത്തിന്റെ ആത്മകഥ പറയുന്ന ഒരു പുസ്തകം ഇറങ്ങിയിരുന്നു. അതുകൂടാതെ മനോഹരമായ ദർശനയുടെ ഡയറക്ടർ എഴുതിയിട്ടുള്ള ഓടാമ്പൽ കൊണ്ടുള്ള ഇഷ്ടങ്ങൾ എന്ന പുസ്തകം ഉണ്ടായിരുന്നു. വായിച്ചു തീർന്നു. നല്ല രാത്രി ട്രെയിനിൽ വരുമ്പോഴും ഓർമ്മകളും ചെപ്പുകൾ എന്ന് പറഞ്ഞൊരു പുസ്തകം വായിച്ചു തീർന്നു. അപ്പം നമുക്ക് പുതിയതായി ഏത് പുസ്തകം ഇറങ്ങിയാലും അത് വായിക്കുക എന്നുള്ളത് ഈ സദസ്സിലിരിക്കുന്ന ബഹുമാനരായ വായനക്കാരോട് വിനയപൂർവ്വമായ എൻ്റെ അഭ്യർത്ഥനയാണ്. കാരണം ഓരോ പുസ്തകങ്ങളിലും സമകാലീന സാമൂഹ്യ പ്രശ്നങ്ങളെ വിവിധ തരത്തിൽ സ്പർശിക്കുന്ന രൂപത്തിൽ അവതരിപ്പിക്കാറുണ്ട്. അത് ഓരോന്നും ഓരോ രൂപത്തിലാണ്. അത് കഥയാകട്ടെ, നോവലാകട്ടെ, ചെറുകഥയാകട്ടെ, യാത്രാവിവരണമാകട്ടെ, വൈജ്ഞാനിക സാഹിത്യമാകട്ടെ, അല്ലെങ്കിൽ ആത്മകഥകളാകട്ടെ, ഗദ്യകഥകളാകട്ടെ, ഇതൊക്കെ തന്നെ ഓരോന്നും ഓരോ തരത്തിൽ സമകാലീന സാമൂഹ്യ പ്രശ്നങ്ങളെ ഹൃദയസ്പർശിയായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന രംഗമാണ് സാഹിത്യവും കലയുമെല്ലാം. അത് നമ്മൾ നന്നായി ശ്രദ്ധിച്ചുകൊണ്ട് മാത്രമേ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടിയുള്ള അടിത്തറ പാകി അതിന് വഴികാട്ടി മുന്നോട്ട് പോകാൻ കഴിയും. അതോടൊപ്പം തന്നെ ചില കലയിലും സാഹിത്യത്തിലുമെല്ലാം ഒരുപക്ഷെ കാലത്തിന് മുമ്പേ സഞ്ചരിക്കുന്നവർ എന്നുവെച്ചാൽ ഭാവിയിൽ എന്ത് സംഭവിക്കുന്നു പോകുന്നു എന്നതിനെ കുറിച്ച് ദിശാബോധം പകരാൻ കഴിയുന്ന രൂപത്തിലുള്ള രചനാവൈഭവങ്ങളും ദീർഘവീക്ഷണങ്ങളും, അതുപോലെ തന്നെ ദക്ഷിണാശാലികളായ എഴുത്തുകാർ ദീർഘവീക്ഷണത്തോടു കൂടി അവരുടെ ദീർഘവീക്ഷണത്തിൽ നിന്നുകൊണ്ട് പ്രവചിക്കുന്ന കാര്യം. ഇപ്പോൾ ഉദാഹരണം ONV കുറുപ്പ് ഒരു 4 പതിറ്റാണ്ടിന് മുമ്പെങ്കിലും എഴുതല്ലേ ഭൂമിക്കൊരു ചരമഗീതം. എത്ര ഗംഭീരമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഇനിയും മരിക്കാത്ത ഭൂമി, നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി, മൃതിയിൽ നിനക്കമൃതശാന്തി, ഇത് നിന്റെ എന്റെ ഹൃദയത്തിലെന്നേ കുറിച്ച ഗീതം എന്ന രൂപത്തിൽ മുൻകൂട്ടി നൽകുകയാണ് എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്ന ഭൂമിക്കൊരു ചരമഗീതം. എത്രയോ നാളെ അത് അതുപോലെ തന്നെ സംഭവിക്കുകയല്ല. പൊൻകുന്നമർക്കിയുടെ കഥകൾ എടുത്തു കഴിഞ്ഞാൽ ഒരുത്തൻ കൂടി വന്നു എന്ന് പറയുന്ന 10 കഥകളുള്ള കോഴിക്കോട് പൂർണ്ണ പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ച ഗ്രന്ഥങ്ങളിൽ അദ്ദേഹം 1940-കളിൽ ആനുകാലികങ്ങൾ എഴുതി വരാൻ പോകുന്ന ജനസാന്ദ്രതയും അതുവരെ ഉളവാക്കുന്ന പ്രശ്നങ്ങളും അതിന് പരിഹാരമാർഗം കുടുംബാസൂത്രണം എന്ന ആശയം അവതരിക്കുന്ന വർക്കിസാറിന്റെ ഒരു കഥയിൽ കൂടിയാണ്. എന്നുവെച്ചാൽ സൂസി എന്ന് പറയുന്ന ഒരു പുറകുവെട്ടുകാരനായ ഔസേപ്പ് എന്ന തൊഴിലാളിയുടെ ഭാര്യ 8ാമത്തെ പ്രസവം വന്നപ്പോൾ ഡോക്ടർ അഡ്വൈസ് ചെയ്തു, ഇനി ഇത് അവസാനിപ്പിക്കണം, നിർത്താനുള്ള മാർഗങ്ങളുണ്ട് ആസൂത്രിതമായി. അപ്പൊ ഇത് പറഞ്ഞപ്പോൾ സൂസി ഉപദേശം തേടി, പ്രധാനമായും ആത്മീയ രംഗത്ത് തനിക്ക് കിട്ടുന്ന ഉപദേശം. അപ്പോൾ അദ്ദേഹം പ്രധാനമായും ഈ ഔസേപ്പ് ചോദിച്ചു, ഈ ഉപദേശം കിട്ടി ഇനി ഭാവിയിൽ നിർത്തണം എന്ന് പറയുമ്പോൾ ഈ ഒരു ഉപദേശം തരുന്നത് നമുക്ക് കേട്ടുകൂടെ, അങ്ങനെ നമുക്ക് മുന്നോട്ട് നമ്മുടെ ഭാവി ജീവിതം സൗകര്യമാക്കി കൂടെ. അപ്പൊ സൂസി ഉടനെ പോയി അച്ഛനോട് ചോദിച്ചിട്ട് ഈ കാര്യത്തിൽ തിരിച്ചു വന്നിട്ട് പറയാണ്, അത് ദൈവം തരുന്നതാണ്, ഒരു കാരണവശാലും കുടുംബാസൂത്രണത്തിന് വിധേയമായിക്കൂടാ. അപ്പൊ തിരിച്ച് അവസ്ഥയിൽ സൂസിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 8ാമത്തെ കുട്ടി ജനിച്ചാൽ അച്ഛൻ ചെലവിന് പരിപാടി, 8ാമത്തെ കുട്ടി ജനിച്ചാൽ അച്ഛൻ സ്കൂളിൽ കൊണ്ടുപോയി, 8ാമത്തെ കുട്ടി ജനിച്ചാൽ അദ്ദേഹം അച്ഛൻ കുപ്പായം വാങ്ങി തരൂടി, 8ാമത്തെ കുട്ടി ജനിച്ചാൽ ഭാവി
ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും അവർ നോക്കും. ഇങ്ങനെ ചോദിച്ച് സൂസിയെ ശ്വാസം മുട്ടിക്കുന്ന രൂപത്തിൽ ഔസേപ്പ് ഏറ്റവും അവസാനം കുടുംബാസൂത്രണത്തിന് സൂസിയെ വിധേയമാക്കുന്ന ഒരു രംഗമാണ് ആ കഥയിൽ പ്രതിപാദിക്കുന്നത്. വെച്ചാൽ 40കളിലാണ്, 1940കളിൽ. അപ്പൊ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കുടുംബാസൂത്രണം വരുന്നതിന് മുമ്പ് തന്നെ എങ്ങനെ സന്താന നിയന്ത്രണം ഉറപ്പാക്കാമെന്നുള്ളതിന്റെ രാഷ്ട്രീയ പ്രപഞ്ചം തീർക്കുന്ന ഒരു കഥയാണ് ഒരുത്തൻ കൂടി വന്നു എന്ന പൂർണ്ണ പബ്ലിക്കേഷന്റെ കഥയിൽ കൂടി വർഗീസ് അനാവരണം ചെയ്യുന്നു. അതുപോലെ സമകാലീന സാമൂഹ്യ പ്രശ്നങ്ങൾ അനാവരണം ചെയ്യാൻ എങ്ങനെ കഴിയും എന്നുള്ളതിന് ഒരു നല്ല ഉദാഹരണം ഞങ്ങൾ ഒരിക്കൽ ഒരു ജാഥ നടത്താൻ വേണ്ടി, വിലക്കയറ്റത്തിനെതിരെ ജാഥ നടത്താൻ വേണ്ടി ഒരു നാടകം എഴുതിത്തറന്നു. വർഗീസ് സാർ പെട്ടെന്ന് ഒരു നാടകം എഴുതി ഇങ്ങനെയാണ്: ഒരു മന്ത്രവാദി ഒരു വാത കയറിയ ആളിനെ ഒഴിപ്പിക്കാൻ ഒരു മന്ത്രവാദിയെ എടുത്തു കൊണ്ടുപോകും. മന്ത്രവാദി അവിടെ ചെന്നു, കളമൊക്കെ വരച്ചു, വാത കയറിയ ആളിനെ അവിടെ ഇരുത്തി മന്ത്രവാദമൊക്കെ നടത്തി അവസാനം വാത ഒഴിയാൻ വേണ്ടി ഒരു വടിയെടുത്ത് വാത കയറിയ ആളിനെ അടിക്കാൻ തുടങ്ങി. ഒന്നടിച്ചു, വാതയോട് ഒഴിഞ്ഞു പോകണമില്ല. വീണ്ടും അടിച്ചു, ഒഴിഞ്ഞു പോകണമില്ല. വീണ്ടും അടിച്ചു, ഒഴിഞ്ഞു പോകണമില്ല. ഒഴിഞ്ഞു പോകാൻ നിനക്ക് എന്ത് വേണം ഒരു ചോദ്യം. അപ്പൊ തിരിച്ച് വാത കയറിയ ആളുടെ മറുപടി: അരിവര കുറച്ചാൽ ഞാൻ ഒഴിഞ്ഞു പോയിക്കോളാം. ഇതാണ് അപ്പൊ നിലനിൽക്കുന്ന സാമൂഹ്യ പ്രശ്നത്തിന്റെ ഗൗരവം വളരെ ലളിതമായി ഒരു കഥയിലൂടെ അല്ലെങ്കിൽ ഒരു നാടകത്തിലൂടെ നമ്മൾ ബോധ്യപ്പെടുത്തുക. അത് ഞാൻ പറഞ്ഞ സമകാലീന സാമൂഹ്യ പ്രശ്നത്തെ വളരെ പെട്ടെന്ന് ഹൃദയസ്പർശിയായ രൂപത്തിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിലേക്ക് പെട്ടെന്ന് എഴുതാൻ കഴിഞ്ഞാൽ അത് കഥയാകട്ടെ കവിതയാകട്ടെ. ഇത് പാടവല്ലന്റെ ഹൃദയമാണ് കതിരല്ല കരിയുന്ന, ഓർക്കുന്നില്ലേ? ഓർക്കുന്നില്ല. ആരുടെ കവിത? ആരും ഇതൊന്നും വായിക്കില്ല. യെസ്, കർഷകന്റെ ആത്മഹത്യാക്കുറിപ്പ്. അത് നമ്മുടെ മുരുകൻ കെട്ടാക്കടയുടെയാണ്. ഇത് പാടമല്ലെന്റെ ഹൃദയമാണ്, കതിരല്ല കരിയുന്ന മോഹമാണ്, നീ എന്റെ കരളും പറിച്ചു കൊള്ളുക. ഇത് തുടങ്ങുന്ന മനോഹരമായ കവിത ആ കാലഘട്ടത്തിൽ നിന്ന് കൃഷിക്കാരന്റെ ആത്മഹത്യ ഉയർന്നു വരുമ്പോഴാണ്. ഇവിടെ ഇറാൻ യുദ്ധം നടക്കുന്ന സമയത്ത് അദ്ദേഹം എഴുതിയിട്ടുള്ള മനോഹരമായ ഒരു കവിതയാണ്. ഏതാത്? മണലു കരിഞ്ഞു പറക്കുന്നെത്ര കാക്ക മലർന്നു പറക്കുന്നു, താഴെ തൊടിയിൽ തലകീറി ചുടുചോരയൊലിക്കും ബാല്യങ്ങൾ. ഇത് ബാഗ്ദാദെന്ന് അമ്മ പറഞ്ഞു, അറബിക്കഥയിലെ ബാഗ്ദാദ്. കാളയിറച്ചി കടയിലെ തറയിൽ ചോറ് തെറിച്ചിളമാ നാമ്പു കരിഞ്ഞു, ആരവമില്ലാതെ അവിടെ പൊടി കേറി മറഞ്ഞ തുണിപ്പൊതികൾ. കൂട്ടത്തിൽ ചെറു കുപ്പായത്തിൽ ചിതറിയ ബാല്യമുറങ്ങുന്നു, അരികിലെ അമ്മ പൊതികീറി ചുടു കഴുകിപ്പാറി കൈമാത്രം. ഇത് ബാഗ്ദാദാണ് അമ്മ പറഞ്ഞു, അറബി കഥയിലെ ബാഗ്ദാദ്. എത്ര മനോഹരമായിട്ടാണ് ആ ബാഗ്ദാദിന്റെ ആ യുദ്ധത്തിന്റെ ഭീകരത ആ സമയത്ത് കാവ്യഭാവനയിൽ അദ്ദേഹം വരച്ചു കാട്ടുന്നു. ഇങ്ങനെ സമകാലീന പ്രശ്നങ്ങളെ നമ്മുടെ മുമ്പിൽ ഹൃദയസ്പർശിയായി അവതരിപ്പിക്കാൻ കഴിയുന്നു. ഒരവസ്ഥയെക്കുറിച്ച്, കൃഷിക്കാരനെ കുറിച്ച് വള്ളത്തോൾ എഴുതിയിട്ടുള്ള മനോഹരമായ ഒരു കവിത. ആ കവിതയുടെ പേര് പറയാമോ? കർഷകൻ. സ്നേഹിത കർഷക മിഥ്യാപരിഷ്കാര മോഹിതർക്കങ്ങൊരു മോശക്കാരൻ, എന്നാൽ ഭഗവാനുടെ നിശബ്ദ യജ്ഞത്തിൽ നിന്നാണ് ഈ യന്ത്രത്തിൻ ഘോഷമെല്ലാം. തീരാനിൻ തൂവിയർപ്പിച്ചിട്ടു വീഴായിൽ വൈരക്കല്ലുണ്ടോ വീളങ്ങിയിടുന്നു. എന്നുവെച്ചാൽ കൃഷിക്കാരനെ എല്ലായിടത്തും പുച്ഛത്തോടു കൂടി കാണുന്ന കൃഷിക്കാരന്റെ വിയർപ്പിച്ചിട്ട് വീണെങ്കിലേ ഈ വൈരക്കല്ലൊക്കെ വിളങ്ങിയിടുന്നു. തീരാനിൻ തൂവിയർപ്പിച്ചിട്ടു വീഴായിൽ വൈരക്കല്ലുണ്ടോ വിളങ്ങിയിടുന്നു. ഇല്ലേ? എത്ര മനോഹരമാണ്. അപ്പോ ഓരോ കാലഘട്ടത്തിൽ ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട് അവതരിപ്പിക്കുന്ന ഇത്തരം കവിതകൾ അല്ലെങ്കിൽ നോവലുകൾ, ഇതൊക്കെ ഓരോന്നിടത്ത് പരിശോധിച്ചു അതിനെല്ലാം നമുക്ക് അർത്ഥപൂർണമായ അവസ്ഥകളുണ്ടാകും. മതപരപക്ഷങ്ങളുടെ സന്ദേശം ഉയർത്തുന്ന സമയത്ത് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് വയലാർ എഴുതിയ മനോഹരമായ ഒരു കവിതയുണ്ട്. മതങ്ങൾക്കതീതമായി മനുഷ്യൻ മറ്റാരുടെ ഈ മധുരാക്ഷരമന്ത്രം ചൊല്ലിയിൽ നിന്നേ വരെ മരണം മരണം എന്നോർമ്മിപ്പിക്കും മതം ആ ഗുരുവിന്റെ ശബ്ദത്തിൽ നടുങ്ങിപ്പോയി. കർമ്മത്തിൽ നിന്നും ധർമ്മചൈതന്യം വിളയിച്ച നമ്മുടെ ജന്മാന്തര സഞ്ചിത സംസ്കാരങ്ങൾ ആ ശിവഗിരിക്കുന്നിൽ കത്തിച്ച വിളക്കത്ത് വിശ്വസൗഹാർദ്ദത്തിൽ
യജ്ഞമൊന്നാരംഭിച്ചു. മനുഷ്യത്വത്തെ തള്ളിപ്പറഞ്ഞ മതങ്ങൾ ആ മണത്തട്ടിൽ നിലത്തെടുത്തിരുന്നപ്പോൾ വടിയും കുത്തി ചെല്ലുമാ കർമ്മയോഗീന്ദ്രന്റെ മിഴികളിൽ വിശ്രമം കൊണ്ടു വിശ്വം. മനോഹരമാണ് മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തിയ, പല മതസാരവും ഏകമെന്ന സന്ദേശം ഉയർത്തിയ യുവപ്രഭാവനായ ഗുരുവിനെ കുറിച്ച് വയലാരാവ് ഓർമ്മ എഴുതിയ മനോഹരമായ. ഇനി ആശാന്റെ കവിതകൾ എടുത്താൽ ആശാന്റെ കവിത, ഞാനൊരു കവിതയല്ല, ഏതാണെന്ന് പറയാം ആശാന്റെ. അനുപമാകൃപാനീതി അഖില ബാന്ധവൻ ശാക്യ ജിനദേവൻ ധർമാരശ്മി ചൊരിയും നാളിൽ ഉത്തരമാധുരാപൂരി ഉത്തരരോമത്തിലുള്ള വിതരാജാവിധീതൻ കിഴക്കരുകിൽ കാളിമാ കാളും നമസ്തേ ഉപവയ്ക്കും വെൺമാനോജ്ഞ മാളികയും നിന്റെയൊക്കെ വളർമുറ്റത്തിൽ വ്യാളിമുഖം വച്ചു തീർത്ത പവഞ്ഞവാദീനാർന്നാക അകത്താളിരുന്നാൽ കാണാൻ ചെറു മതിലിനുള്ളിൽ. ഏതായി കവിതാശന്റെ? യെസ്, കറക്റ്റ്, കൺഗ്രാജുലേഷൻ. അപ്പൊ വായിക്കുന്നവരുണ്ട്. അപ്പോഴൊരു പെൺകോടിയാം ചെറു ചെപ്പു കൂടാമെന്നരയ്ക്കുമേലിൽ അഞ്ചീതമായി വളർന്ന മിന്നുമിടങ്കര പിഞ്ചുചെല്ലാം കൊണ്ടു ചുറ്റിച്ചേർത്തും വിഷും വലങ്കര വല്ലിയാൽപ്പാളയും പാശവും ലീലയാം തൂക്കിക്കൊണ്ടും ചെറ്റു കുനിഞ്ഞു അലഞ്ചാഞ്ഞ ഭൂമിനി ചുറ്റി വളച്ചു ചെങ്കാന്തിവേലും നോലപ്പൂമ്പാദസ്വരത്തിലേക്കിങ്ങിണി ജാലം കിലുങ്ങി മുഴങ്ങുമാറ് മന്ത്രാടുത്തുള്ളൊരുവരിൽ നിന്നു മരം വന്നണയും നീ വഴിക്കിണറ്റിൽ. പറയാമോ? അതിന്റെ അനുബന്ധം കൂടെ ഉണ്ട്. ദാഹിക്കുന്നു ഭഗിനി കൃപാരസ മോഹനം കൊടുതന്നീരിദാശുനി ഓമനെ തരൂതല്ലെന്നതു കേട്ടൊരാ മനോപരി അമ്പരന്നൂരിനാൽ. അല്ലല്ല കറയിതു കേട്ടവേ അല്ലലാലന്നു ജാതി മറന്നിതോ നിജനാരിതൻ കയ്യാജനം വാങ്ങി ആചമിക്കുമോ ചൊല്ലിടുമാരിന്മാ. ഓമനേരരുതേ പാപമാമികളുടെ ചണ്ടാരി ഗ്രാമത്തിൻ പുറത്തിങ്ങു വസിക്കുന്ന സമനായകൻ തന്റെ കിടാത്തി ഞാൻ. ജാതി ചോദിക്കുന്നില്ല സോദരി, ചോദിക്കുന്നു നീർനാവ് വരണ്ടോ ഭീതി വേണ്ട തരികനിക്കു നീ എന്ത് ദാഹരില്ല. അപ്പോ ആര്യവംശത്തിൽപ്പെട്ട ഉന്നത കുലജാതനായ ആര്യൻ പിന്നോക്കക്കാരിയായ ചാമനായന്റെ കിടാത്തിയായ മാതങ്കിയോട് വെള്ളം ചോദിക്കുന്നതാണ് മനോഹരമായ രംഗം ആശാൻ അവതരിപ്പിക്കുന്നത്. ജാതീയപരമായ ഉച്ചനീചത്വത്തിനെതിരായി, അന്ധവിശ്വാസത്തിനെതിരായി, അനാചാരത്തിനെതിരായി തൂലികയെ പടവാളാക്കി കുമാരനാശാൻ രചിച്ച കാവ്യഭാവന. ഇങ്ങനെ കവിതകൾ ഓരോന്നോരോന്ന് എടുത്താൽ പക്ഷേ നമുക്ക് പുലരും വരെ നിന്ന് പ്രസംഗിക്കാനും അതുപോലെ തന്നെ പാടാനും ഒക്കെ ഉള്ള അവസരമുണ്ട്. സമയം ഒരുപാട് ദീർഘിപ്പിച്ചു പോകുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം. ഏതായിരുന്നാലും കവിതയായിരുന്നാലും നോവലായിരുന്നാലും ഈ കാര്യത്തിൽ നമുക്കെല്ലാം വായന ഒരു ലഹരിയായി, ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നാം ഉയരണമെന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുക. വായന കൊണ്ട് നമുക്ക് എങ്ങനെ മുന്നോട്ട് വരാൻ? കേരളത്തിൽ വായിച്ചു വളർന്ന് മുന്നോട്ട് പോയിട്ടുള്ള സാഹിത്യ ലോകം പൊതുവിലെടുത്താൽ കേരളത്തിൽ എത്ര പേർക്കാണ് ജ്ഞാനപീഠ അവാർഡ് കിട്ടുന്നത് പറയാമോ? നാലല്ല, 5അല്ല, 6. ആദ്യത്തേതാരാ? യെസ്. പുസ്തകം ഏതാ? യെസ്, ഓടക്കുഴൽ. രണ്ടാമത്തേതാരാ? അല്ല, രണ്ടാമത്തെ തകഴി ശിവശങ്കരപിള്ള. പുസ്തകം ഏതാ? കയർ. മൂന്നാമത്തത് എസ് കെ പൊറ്റക്കാട്. ശങ്കരൻകുട്ടി പൊറ്റക്കാടിന്റെ കഥ ഏതാ? ഒരു ദേശത്തിന്റെ കഥ, അതിരാണിപ്പാടത്തിന്റെ കഥ. അതിരാണിപ്പാടം പുസ്തകം വായിച്ചിട്ടില്ലാത്തവർക്ക് വായിക്കണം. സ്വന്തം ആത്മകഥ പറയുന്ന രൂപത്തിലാണ് ശ്രീധരൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ അതിരാണിപ്പാടത്തിന്റെ കഥ ഒരു ദേശത്തിന്റെ കഥയായിട്ട് അദ്ദേഹം എഴുതി ജ്ഞാനപീഠം അവാർഡ് വാങ്ങിയിട്ടുള്ളൂ. അടുത്ത 3 പേര് ആരൊക്കെയാണ്? ഒന്ന് MG, 2 ONV, അക്കിത്തം. അത് കൃത്യമായി 6ാമത്തെ ആളാണ് അക്കിത്തം. മറ്റുള്ളവർക്ക് വേണ്ടി അല്ലേ? നമ്മുടെ കാവ്യഭാവനയിൽ അദ്ദേഹത്തിന്റെ വളരെ ഹൃദിസ്ഥമായി നമ്മളെ മുമ്പിൽ അവതരിപ്പിക്കുന്ന മനോഹരമായ ഒരു കവിതയുണ്ട്. മറ്റുള്ളവർക്കായി കണ്ണീർ കണങ്ങൾ പൊഴിക്കുകയും ഉദിക്കുവാനുള്ളിൽ 1000 സൗരമണ്ഡലം എന്ന് പാടിയത് ആരായിരുന്നു?
മഹാകവി ആക്കിത്തന്നു. ഇപ്പോ ഇന്ത്യയിൽ 2 വനിതകൾ ബുക്കർ പ്രൈസ് നേടി. ആരാന്ന് പറയാമോ? ഒന്ന് മലയാളിയാണ്, അരുന്ധതി റോയ്. യെസ്. രണ്ടാമത്തെ ആരാ? ഈ 2023 നേടിയത്. ഒരു ക്ലൂ പറയാം, ഹിന്ദി സാഹിത്യകാരിയാണ്. ഗീതാഞ്ജലി ശ്രീയാണ്. ഗീതാഞ്ജലി ശ്രീക്കാണ് രണ്ടാമത്തെ ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. ഹിന്ദി എഴുത്തുകാരിയാണ്. ആദ്യത്തെ ബുക്കർ പ്രൈസ് നമ്മുടെ മലയാളിയായ അരുന്ധതി റോയ്ക്കാണ്. പുസ്തകം അറിയാമല്ലോ, ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. യെസ്, വായനക്കാരൻ ധാരാളമുണ്ട്. അപ്പോ ഈ തരത്തിൽ നമുക്ക് കൃത്യമായി ഓരോ പുസ്തകങ്ങളും അതിന്റെ വർത്തമാന കാലഘട്ടത്തിലെ പ്രാധാന്യവും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുവരുന്ന രചനാ വൈഭവങ്ങളുള്ള ഗ്രന്ഥങ്ങൾ, വിശേഷിച്ചും അവാർഡ് കിട്ടുന്ന ഞാനിപ്പോ വയലാർ അവാർഡ് കിട്ടിയ കുറേയേറെ പുസ്തകങ്ങളുടെ കാര്യം ഞാൻ ആ പുസ്തകം എല്ലാം വായിച്ചിട്ടുള്ളതാണ്. തക്ഷൻകുന്ന് സ്വരൂപം UK കുമാരൻ്റെതാണ്. നമ്മുടെ കൊയിലാണ്ടി ഒരു കൊളോക്കിയൽ ലാംഗ്വേജ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന് ഏതാണ്ട് 2014 അവാർഡ് അദ്ദേഹത്തിനായിരുന്നു, UK കുമാരന്, തക്ഷൻകുന്ന് സ്വരൂപം. അപ്പോൾ ഓരോ വയലാർ അവാർഡ് കിട്ടുന്ന ഗ്രന്ഥങ്ങളും വായിച്ചാൽ എന്തായിരുന്നെങ്കിൽ അതിനകത്ത് ഒരുപടി കാര്യങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ വായനശാല എന്ന് പറഞ്ഞാൽ ഒരു അനൗദ്യോഗിക സർവകലാശാലയാണ് എന്നാണ് എനിക്ക് പറയാം. അനൗദ്യോഗിക സർവകലാശാല. നമ്മൾ ക്ലാസ്സുകളിൽ പോയിരിക്കുമ്പോൾ അധ്യാപകർ സിലബസിനെ ആസ്പദമാക്കിയുള്ള പഠിപ്പിക്കൽ കുട്ടികൾക്കെല്ലാം. പക്ഷേ ആ പഠിപ്പീരി കൊണ്ട് പഠനം പൂർണ്ണമാകൂ, അറിവ് പൂർണ്ണമാകൂ. അറിവിന്റെ അഗാധതലങ്ങളിലേക്ക്, വിജ്ഞാനത്തിന്റെ വികാസത്തിലേക്ക് കുട്ടികൾ, പുതിയ തലമുറ ഉയർന്നു വരണമെങ്കിൽ വായിക്കണം, വളരണം. കുഞ്ഞുണ്ണി മാഷയുടെ വാചകങ്ങൾ ഓർക്കുക: വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിക്കാതെ വളർന്നാൽ, വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. ഇതെപ്പോഴും നമ്മുടെ കർണപുടങ്ങൾ ഓർത്താൽ മതി. അങ്ങനെ ഓർത്തിരുന്നാൽ കുട്ടികൾക്ക് വായിക്കാനുള്ള ഒരു പ്രേരണ ഉണ്ടാകും. അധ്യാപകർ എത്രയായിരുന്നാലും സിലബസുകളൊക്കെ എതിരെ നല്ല അധ്യാപകരും എപ്പോഴും വിദ്യാർത്ഥികളായിരിക്കണം. എല്ലായ്പ്പോഴും വായിച്ചുകൊണ്ടിരുന്നെങ്കിൽ മാത്രമേ നല്ല അധ്യാപകർക്ക് വിജ്ഞാനത്തിന്റെ വികാസത്തിലേക്ക് കടന്ന പുത്തൻ അറിവുകൾ, പ്രത്യേകിച്ച് വിവരസാങ്കേതിക വിദ്യയുടെ അനന്തസാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ലോകം അതിവേഗം കുതിച്ചു പായുമ്പോൾ നമുക്ക് സ്വായത്തമാക്കാൻ കഴിയണമെങ്കിൽ അത് പഠിച്ചുകൊണ്ടായിരിക്കണം. എല്ലായ്പ്പോഴും പുതിയ അധ്യാപകർ ക്ലാസ് നയിക്കാൻ വിദ്യാർത്ഥികളും അതേപോലെ തന്നെ വായനാശീലമുള്ളവരാണ്. അപ്പൊ നല്ല ലൈബ്രറികളും നല്ല റീഡിംഗ് ബുക്ക് ഒരു സ്കൂളിന് അനിവാര്യമാണ്, ഒപ്പം നാട്ടിലും. അതിൽ ഞാൻ കണ്ടതിപ്പോ കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ ബഹുമാനായ ശിവദാസൻ MP മുൻകൈ എടുത്ത് അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തന രംഗത്ത് ഒരുപക്ഷെ കേരളത്തിൽ ഒരു റെക്കോർഡ് സ്ഥാപിച്ച് 1043 പഞ്ചായത്തുകളിൽ എല്ലാ സ്ഥലത്തും വായനശാല നിർമ്മിക്കാൻ വേണ്ടി അദ്ദേഹം ഫണ്ട് കൊടുത്ത് സഹായിച്ചു. അദ്ദേഹത്തെ എത്ര അഭിനന്ദിച്ചാലും മതി വരുന്നു. കാരണം അതൊരു ഒരു പുതിയ വീക്ഷണമാണ്, ഒരു ദിശാബോധം പകരും. വായനയിലേക്ക് ഒരു തലമുറയെ വളർത്തിയെടുക്കാൻ അദ്ദേഹം ചെയ്യുന്ന ഏറ്റവും വലിയ സൽക്കർമ്മങ്ങളിൽ ഒന്നാണ്. നിങ്ങൾ ഏതെങ്കിലും റോഡിനോ തോടിനോ പാലത്തിനോ കരിമ്പ് കൊടുത്താൽ കുറെ കഴിയുമ്പോൾ അത് ഇടിഞ്ഞു പൊളിഞ്ഞു പോകും. അതേസമയത്ത് MP ഫണ്ടിൽ നിന്ന് ഈ ഗ്രന്ഥങ്ങൾക്കും ഗ്രന്ഥശാലകൾക്കും വേണ്ടി കൊടുക്കുമ്പോൾ ഒരു തലമുറയെ വളർത്തിയെടുത്ത് കാലവും ചരിത്രമുള്ള ഒരു കാലം ഒരു നാടിൽ ചരിത്രം സൃഷ്ടിക്കുന്ന അദ്ദേഹം വിപ്ലവകരമായ ഒരു പ്രവർത്തനമാണ് അദ്ദേഹത്തിന്റെ MP ഫണ്ട് വിനിയോഗിച്ച് നടത്തുന്നത്. അദ്ദേഹത്തെ ഹൃദയം നിറഞ്ഞ് അനുഭവിച്ചു. അതൊരു ചെറിയ കാര്യമല്ല. എന്തൊരു ഭാവനാസമ്പന്നമായ ദീർഘവീക്ഷണത്തോടു കൂടിയ ദിശാബോധം പകരുന്ന ഒരു പ്രവർത്തനമാണ് ശ്രീ ശിവദാസന്റെ ഉണ്ടായത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വിവിധ പ്രവർത്തനങ്ങൾ ഈ രംഗത്തെ പലപ്പോഴും സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ മീഡിയയിൽ വായിച്ചറിയും ചില പരിപാടിയിൽ പങ്കെടുക്കാനുള്ള അവസരവും ഉണ്ടായിട്ടുണ്ട്. ഈ പരിപാടിയിൽ ഇനിയും ദീർഘനേരം നിന്ന് സംസാരിക്കാൻ താല്പര്യം എനിക്കുണ്ട്. പക്ഷെ നിങ്ങളുടെ അവസ്ഥ എനിക്കറിയില്ല. കാരണം എപ്പോഴും ഇരിക്കുന്ന സദസ്സിനെ മനസ്സിലാക്കാതെ പ്രസംഗിച്ചു പോയാൽ അപകടമുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് കാരണം പോകാൻ തെറിവെച്ച് 2 മണി വരെ ഇരിക്കുന്നവരാണെന്ന് അദ്ദേഹത്തോട് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പൊ പ്രസംഗം അധികമായാലും അത് അധിക പ്രസംഗമാകും അല്ലേ? ശ്രോതാക്കളെ നമുക്ക് കൂട്ടിൽ കൊണ്ടുപോകാൻ കഴിയുമ്പോൾ മാത്രമേ പ്രസംഗം അതിന്റെ പൂർണ്ണ അർത്ഥത്തിലും വിഷയത്തിലും വ്യാപ്തിയിലും എത്തിച്ചേരൂ. ഇല്ലെങ്കിൽ ചില സമയത്ത് അറിവിനേക്കാൾ പ്രധാനമാണ് തിരിച്ചറിവ് എന്നുള്ള കാര്യം എല്ലാവരും തിരിച്ചറിയുന്നു. അറിവിനേക്കാൾ പ്രധാനം തിരിച്ചറിവല്ല. ഞാൻ ഒരു അനുഭവം പറയാം. എന്റെ തൊട്ടുതൊടീച്ച വെച്ചിരിക്കുന്നതാ. ഒരു അനുഭവം ഞാൻ പറയാം ഈ തിരിച്ചറിവിന്റെ വിഷയത്തിൽ. മുമ്പ് ഞാൻ SSLCക്ക് പഠിക്കുന്ന കാലത്ത് ഞങ്ങളൊരു 8 മൈൽ നടന്നാണ് ഹൈസ്കൂളിലേക്ക്. രാവിലെ എക്സ്ട്രാ ക്ലാസ് ഉണ്ട്. അപ്പോൾ ചില ദിവസം കാപ്പ് കുടിക്കാതെയൊക്കെയാണ് വഴി.
എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണിക്ക് ബെല്ലടിക്കാൻ നോക്കിയിരിക്കും, ഓടി പോയി ചോറും പുതിയ പിടിച്ച് അത് കഴിക്കാൻ വേണ്ടി. അപ്പോഴാണ് പരവേശം നടക്കുന്നത്. അപ്പൊ ഒരു ദിവസം ഉച്ചയ്ക്ക് 1 മണിക്ക് ബെല്ലടിക്കുമ്പോഴും ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത് ശാന്തകുമാരി ടീച്ചറാണ്. ടീച്ചർ നല്ല മനോഹരമായി ക്ലാസ് എടുക്കുന്ന, ഭംഗിയായി ക്ലാസ് എടുക്കുന്ന ടീച്ചറുടെ ക്ലാസ് ഇങ്ങനെ ബെല്ലടിച്ചു. അപ്പൊ എന്റെ സുഹൃത്ത് വിജയൻ എന്റെ അടുത്തിരുന്ന് പറഞ്ഞു, ബെല്ലടിച്ചു, നമുക്ക് ചോറുണ്ണ ഓടാം. അദ്ദേഹം രാവിലെ കാപ്പി കുടിക്കാതെ വന്നതാണ്. എന്നോട് പറഞ്ഞു, വീട്ടിൽ 8ാം ഉത്സവമാണ്, പരവേശം എടുക്കുന്നു, എനിക്ക് ഉടൻ പോകണം. അപ്പൊ ടീച്ചർ തിരിച്ച് 1 മണിക്ക് ബെല്ലടിച്ചിട്ട് ക്ലാസ് വിടുന്നില്ല. അപ്പൊ പോഷണം തീർക്കാൻ വേണ്ടി അല്പം നീട്ടിപ്പിടിച്ചപ്പോൾ എടുത്തുകൊണ്ടിരുന്ന ക്ലാസ് സോഷ്യൽ സ്റ്റഡീസ്. അത് പെസഫിക് സമുദ്രത്തിലെ ഉഷ്ണയിലെ പ്രഭാവവും ശീതയിലെ പ്രഭാവം. ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ടീച്ചർ ഒരു ക്വസ്റ്റ്യൻ ബെല്ലടിച്ചതിന് ശേഷം ആ ചോദ്യം ഇതാണ്, അവിടെ എന്ത് ആഴം കാണുമെന്ന് ഊഹിക്കാവോ ഉഷ്ണയിലെ പ്രഭാവം. ഉടനെ എന്റെ അടുത്തിരുന്ന് ഈ വിശന്ന് പരവേശം എടുത്ത് വിജയം പറഞ്ഞു, തലയെക്കുറിച്ച് നിന്നാൽ കരുത്തോളം വെള്ളം കാണും. ടീച്ചർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ടീച്ചർ യു സ്റ്റാൻഡ് ആൻഡ് ഗെറ്റ് ഔട്ട്. ഞാനൊന്ന് ചിരിച്ചു, ഓൾസോ യു ഗെറ്റ് ഔട്ട്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും പുറത്തു പോയി. ഉച്ച കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞാൻ ടീച്ചറെ അടുത്ത് പറഞ്ഞു, ടീച്ചർക്ക് നല്ല വിവരമുണ്ട്, നല്ല അറിവുണ്ട്, പക്ഷെ തിരിച്ചറിവില്ല. എന്താണോ അതിന്? ഞാൻ നല്ല പരവേശം എടുത്ത് വിശന്നിരിക്കുന്ന ഒരു കുട്ടിക്ക് എത്ര കണ്ട് മിടുക്കനാണെങ്കിലും ശാരീരികമായ ഊർജം പ്രദാനം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള അവസ്ഥ ഉണ്ടാവില്ല. അപ്പൊ ടീച്ചർ അത്ര മനോഹരമായി ക്ലാസ് എടുത്താലും അത് മനസ്സിലാക്കണമെങ്കിൽ ശാരീരികമായ ഊർജം കൂടി വേണം. ഈ വിശപ്പ് മാറണം. അതുകൊണ്ട് 8 മൈൽ നടന്നു വരുന്ന ഞങ്ങൾ ഇരുന്ന് വിഷമിച്ച് 4ാം പീരീഡ് വരെ കഷ്ടിച്ച പിടിച്ചിരിക്കുന്നതാണ്. ബെല്ലടിച്ചിട്ടും ടീച്ചർ പിന്നെയും ക്ലാസ് തുറന്നപ്പോൾ വിഷമത്തിന്റെ അസ്വസ്ഥതയിൽ നിന്നുകൊണ്ട് പറഞ്ഞു പോയതാണ്. ഇത് തിരിച്ചറിയണം. ഇതാണ് തിരിച്ചറിവ് എന്ന് പറയുന്നത്. വിശന്നിരിക്കുന്ന കുട്ടികളെ എങ്ങനെ പഠിപ്പിച്ചാലും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ടീച്ചർ ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, 2 പേരും കയറിക്കോളാൻ പറഞ്ഞു. അത് മനസ്സിലിങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അറിവ് എന്ന് പറയുന്നത് പോലെ തന്നെ തിരിച്ചറിവ്, ഒരു സന്ദർഭത്തെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടുമായിരിക്കണം പ്രഭാഷണ കലയായിരുന്നു അല്ലെങ്കിൽ ക്ലാസ് ആയിരുന്നാലും മറ്റെന്തായിരുന്നാലും മുന്നോട്ട് പോകേണ്ടത് എന്നുകൊണ്ട് ചില ആൾക്കെല്ലാം പോകാൻ സമയമായി എന്നുള്ള ബോധം വിളിച്ചറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ദീർഘമായി ഇനിയും പോകുന്നില്ല. അപ്പോൾ നമുക്ക് ഗ്രന്ഥശാല ഒരു അനൗദ്യോഗിക സർവകലാശാലയായി ഒരു നാട്ടിൽ പടുത്തുയർത്താൻ ഏതെല്ലാം തരത്തിലുള്ള പരിശ്രമങ്ങൾ നടത്താവോ ആ പരിശ്രമം നടത്തുന്ന രംഗത്ത് ഓരോ വ്യക്തിയും അവരവരുടേതായ സംഭാവന നൽകി. ഒപ്പം വായിക്കുക മാത്രം പോരാ, വായിച്ചാൽ ആ വായിക്കുന്ന ഗ്രന്ഥങ്ങളിലെ ഉള്ളടക്കങ്ങൾ നമുക്ക് ഏത് സമയത്തും പറയാനും മനസ്സിൽ ഓർക്കാനും കഴിയുന്ന വിധത്തിൽ കഥയും കഥാപാത്രങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടാവണം. അങ്ങനെ ഇപ്പോ അത്തരത്തിലുള്ള ചില ഗ്രന്ഥങ്ങളുടെ ഇപ്പോൾ ചർച്ചകൾ വന്നു കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. 30 വർഷം മുമ്പ് വായിച്ച ഗ്രന്ഥങ്ങളിലെ ചില കഥാപാത്രങ്ങളും അതുപോലെ തന്നെ ചില ഉള്ളടക്കങ്ങളും അത് വർത്തമാന കാലഘട്ടത്തിലും നമുക്ക് പല രൂപത്തിൽ പ്രയോജനം ചെയ്യുന്ന രൂപത്തിലേക്ക് വരും. അതിന് ചർച്ച സംഘടിപ്പിക്കും. ഒരു പുസ്തകം വായിച്ചാൽ അതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച്, അതിൻ്റെ രചനാ വൈഭവങ്ങൾ, അതിൻ്റെ സാമൂഹ്യമായ പ്രസക്തി, അതിൽ ആശയപ്രപഞ്ചം തീർക്കുന്ന രൂപം, അതിൻ്റെ ഉള്ളടക്കം, അത് നൽകുന്ന സന്ദേശങ്ങൾ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അതിന് നാനാവശങ്ങളെ സംബന്ധിച്ച് ചർച്ചകൾ കൂടി നടത്തുമ്പോൾ അത് വായിച്ചവർക്കെല്ലാം അത് ഹൃദയസ്ഥമാക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ സംജാതമാക്കും. ആ നിലയിൽ നമ്മൾ മുന്നോട്ട് പോകണം. അങ്ങനെ വരുന്നപ്പോൾ നിശ്ചയമായും നമുക്ക് നമ്മുടെ വയലാർ രാമവർമ്മയുടെ ഏറ്റവും മനോഹരമായ അശ്വമേധമുണ്ട്. ആരൊരാളൻ കുതിരയെ കെട്ടുക, ആരൊരാളതിൻ മാർഗം മുടക്കുക, ദിഗ്വിജയത്തിനൻ സർഗശക്തിയാ കുതിരയെ വിട്ടയക്കുന്നതാണ്. വിശ്വസംസ്കാര വേദിയിൽ പുതനാശ്വമേധയാഗം നടത്തുകയാവുക. നിങ്ങൾ കണ്ടോ ശിരസുയർത്തിപ്പായും എൻ കുതിരയെ, ചെമ്പൻ കുതിരയെ, എന്തൊരു ഉത്സാഹമാണതിൻ കൺകളിൽ, എന്തൊരു ഉന്മേഷമാണതിൻ കാൽകളിൽ. ഇങ്ങനെ പാടിപ്പോകുന്ന മനോഹരമായ ആ ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ എന്ന ആ ചോദ്യം നമ്മുടെ മുമ്പിൽ, നമ്മുടെ വായനയുടെ രംഗത്ത് ഒരു തടസ്സവും സൃഷ്ടിക്കാതെ നമ്മുടെ ഈ പ്രയാണം അനുസ്യൂതം ഉന്മേഷത്തോടുകൂടി ഉത്സാഹത്തോടുകൂടി നടത്താൻ കഴിയട്ടെ. അതിന് ഈ ഗ്രന്ഥശാല പ്രസ്ഥാനം അതിൻ്റെ പൂർണ്ണതയിൽ ഈ നിയോജകമണ്ഡലം എത്തിച്ചേരുമ്പോൾ അഭിമാനിക്കാനും ആഹ്ലാദിക്കാനും വക നൽകുന്ന അവസരമൊരുക്കിയ ഈ നിയോജകമണ്ഡലത്തിൻ്റെ ശില്പികളായിട്ടുള്ള ഈ കണ്ണൂർ നിയോജകമണ്ഡലത്തിലെ നമ്മുടെ ബഹുമാന്യനായ മന്ത്രിയും നിങ്ങളുടെ ജനപ്രതിനിധിയായിട്ടുള്ള MLA-യും എത്രയോ കാലഘട്ടത്തെ കേരള രാഷ്ട്രീയത്തിലെ പരിചയസമ്പന്നനായ ഒട്ടനവധി പ്രവർത്തനങ്ങളിൽ എല്ലാം റെക്കോർഡുകൾ സൃഷ്ടിച്ചിട്ടുള്ള ശ്രീ കടന്നപ്പള്ളി രാമേന്ദ്രൻ നേതൃത്വം നൽകുന്ന ഒരു മണ്ഡലം എന്ന രൂപത്തിൽ അദ്ദേഹത്തിന് ഇന്ന് MP-യുടെ സഹായത്തോടുകൂടി അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കാൻ കഴിഞ്ഞത് ഏറ്റവും നല്ല ഒരു പ്രവർത്തനത്തിൻ്റെ മാതൃകയായി തീർക്കുന്നു.
അദ്ദേഹത്തെയും ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ മണ്ഡലം സമ്പൂർണമായ ഗ്രന്ഥശാല പ്രവർത്തനത്തിന്റെ ഉള്ളടക്കമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.